Good morning, all. Today we discuss about a new chapter, that is setting up of industrial units. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും ടൈപ്സും കാര്യങ്ങളും ഒക്കെയാണ് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അസിസ്റ്റൻസ് കൊടുക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഹൗ ടു സെറ്റപ്പ് എ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയൽ ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. കഴിഞ്ഞ സ്റ്റേജിലെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ അസിസ്റ്റൻസ് കിട്ടും, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് അസിസ്റ്റൻസ് കിട്ടുക, എന്താണ് ഓൺട്രപ്രണർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു ഇതിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ആ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനുള്ളത്, സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഒരു പേഴ്സൺ എന്ത് ചെയ്തു, ഒരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട് അയാൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിടണം, ഒരു ന്യൂ ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അയാൾ എന്ത് ചെയ്തിരിക്കണം, സെറ്റ് ചെയ്തിരിക്കണം. ഒരു ബിൽഡിങ്, അതിനാവശ്യമായിട്ടുള്ള ബിൽഡിങ്സ്, അതിൻ്റെ സ്ട്രക്ചർ, ലേഔട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അയാൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കുട്ടി ഭൂമിയിലോട്ട് ജനിക്കുന്നത് പോലെയാണ് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതെന്താണ്, ആ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് റിയൽ ആയിട്ട് വരികയാണ്, അത് ജനിക്കുകയാണ്, ഭൂമിയിൽ എന്ത് ചെയ്യുക, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ടാവുകയാണ്. അത് ഒരു ഭൂമിയിൽ കുട്ടി ജനിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓൺട്രപ്രണറിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഗവൺമെൻറ് എന്നുള്ള സൈഡിലുള്ള ഫോർമാലിറ്റീസ്, എൻവിയോൺമെൻറ്റ് എന്ന സൈഡിൽ എക്കണോമിക് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾക്ക് ഈ ഒരു എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ഓർഗനൈസേഷൻ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാളുടെ ഓൺട്രപ്രണറിയൽ ആയിട്ടുള്ള ഡിസിഷൻസിനെ എന്തൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുന്നത്, എൻവിയോൺമെൻറ്റലായിട്ടുള്ളയും എക്കണോമിക്കലായിട്ടുള്ളയും സോഷ്യബിളായിട്ടുള്ളയും എന്തൊക്കെ കാര്യങ്ങളാണ് അയാളെ എൻവിയോൺമെൻറ്റൽ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതെന്ന് അയാൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നോക്കാം. അതിൽ നേരത്തെ പറഞ്ഞ എന്താ, എൻവിയോൺമെൻറ്റ്, ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻവിയോൺമെൻറ്റ് അയാൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താണ് ഓൺട്രപ്രണറിയൽ എൻവിയോൺമെൻറ്റ് എന്ന് നോക്കാം. മീനിങ് ഓഫ് ഓൺട്രപ്രണറിയൽ എൻവിയോൺമെൻറ്റ്. Entrepreneurial environment is a combination of factors that play a role in the development of entrepreneurship. ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്. ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. It refers to the overall economic, socio-cultural and political factors that influence people willingness and ability to undertake entrepreneurial activities. ഈ ഒരു ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഈ എല്ലാ കാര്യങ്ങളും എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ഫാക്ടേഴ്സും കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്, ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾസിൻ്റെ വില്ലിങ്നെസ്സിനെയും എബിലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾസ് എടുക്കുന്ന വില്ലിങ്നെസ്സിനെയും എബിലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്കണോമിക് ആയിട്ടുള്ളയും സോഷ്യൽ ആയിട്ടുള്ളയും കൾച്ചറൽ ആയിട്ടുള്ളയും പൊളിറ്റിക്കൽ ആയിട്ടുള്ളയും ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്.
Entrepreneurial environment refers to the various constraints within which enterprises are required to operate. സിംപ്ലി ഓണ്ടർപ്രിനോറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓണ്ടർപ്രിനോറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓണ്ടർപ്രിനോറിയൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓണ്ടർപ്രിനോറിയൻ്റെ എൻവയോൺമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫാക്ടേഴ്സിനെ നമുക്ക് 6 ക്ലാസിഫൈ ചെയ്യാം. ഓരോ സെഗ്മെൻ്റ് ആക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓണ്ടർപ്രിനോറിയൽ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് 6 ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, 2 എക്കണോമിക് എൻവയോൺമെൻറ്റ്, 3 സോഷ്യൽ എൻവയോൺമെൻറ്റ്, 4 ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, 5 ലീഗൽ എൻവയോൺമെൻറ്റ്, 6 കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ടു പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ജനറൽ സ്റ്റെബിലിറ്റി ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ആൻ ഓണ്ടർപ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ആൻഡ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി. പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആൻഡ് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്, ഈ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്നതാണ് ഇതെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് സിംപ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ പൊളിറ്റിക്സിനെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പെടും, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പെടും. അതിൽ പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരും. നെക്സ്റ്റ് വരുന്നൊരു എൻവയോൺമെൻറ്റാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ include all those actions which make the economic activities possible in the country. ഒരു കൺട്രിയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് പോസിബിൾ ആക്കുന്ന എല്ലാ ആക്ഷൻസിനെയും എന്തെന്ന് പറയാം എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഓരോ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് പോസിബിൾ ആക്കുന്ന ആക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ റിസോഴ്സസ്, എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡി ഒക്കെ എന്താ ഈ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എക്കണോമിക് പോളിസി, ഓരോ എക്കണോമിക് പോളിസീസ് ഉണ്ടായിരിക്കും, ഇൻഡസ്ട്രിയൽ പോളിസീസ്, ന്യൂ എക്കണോമിക് പോളിസീസ്, ഇതൊക്കെ എന്താ ഈ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന. അതേപോലെ ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ്, ഇതൊക്കെ കൊടുക്കുന്ന ആർക്കായി ബിസിനസ് ഓർഗനൈസേഷൻ, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഇൻസെൻറ്റീവ്സും സബ്സിഡീസും ഒക്കെ കൊടുക്കുന്നത്. ഇതെന്ത് ചെയ്യും എക്കണോമീനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇത് ഓർഗനൈസേഷനും എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ള എൻവയോൺമെൻറ്റിനെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് റിസോഴ്സസ്, എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ് എക്സെട്ര. നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റ് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റിൻ്റെ സൊസൈറ്റബിളി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരിക. അതിൽ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ വാല്യൂസ് ആൻഡ് കൺവെൻഷൻസ്, കൺസ്യൂമറിസം, ലേബർ ആറ്റിറ്റ്യൂഡ് എക്സെട്ര, ഇതൊക്കെ എന്തിൽ വരും ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ വാല്യൂസ് ആൻഡ് കൺവെൻഷൻസ്, കൺസ്യൂമറിസം, ലേബർ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ സോഷ്യൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് നമുക്ക് ആ വേർഡ് തന്നെ മനസ്സിലാക്കാം എന്ത് റിലേറ്റഡ് എൻവയോൺമെൻ്റ് ആയിരിക്കും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും ടെക്നോളജി എൻവയോൺമെൻറ്റ്.
Technological forces include expertise, procedures, and system used in enterprise to make changes in the transformation of forces and in goods and services. ഓർഗനൈസേഷനകത്തെ ഇൻപുട്ട്സ്, റോ മെറ്റീരിയൽ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ടാക്കി മാറ്റാനുള്ള ട്രാൻസ്ഫോർമേഷനിൽ ഉപയോഗിക്കുന്ന എക്സ്പെർട്ടൈസ്, പ്രൊസീജിയേഴ്സ്, സിസ്റ്റംസ്, ടെക്നോളജി ഒക്കെ ഏതിൽ വരും? ഈ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരും. അതാണ് ഇതെന്ന് പറയുന്നത്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ലീഗൽ എൻവയോൺമെൻറ്റ്. ലീഗൽ എൻവയോൺമെൻറ്റിൽ ഈ ഓരോ ലോ റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് പോളിസീസ് വിൽ ഇൻഫ്ലുവൻസ് ഓൾ ദ ഡിസിഷൻസ് ഓഫ് ദ ഓൺട്രപ്രണേഴ്സ് റിഗാർഡിംഗ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, വാട്ട് ക്വാളിറ്റി ടു പ്രൊഡ്യൂസ്, വേർ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ലീഗൽ എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഗവൺമെൻറ് പോളിസീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ടാക്സ് പോളിസീസ്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, GST റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസീസ്, ദെൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ സബ്സിഡീസും കാര്യങ്ങളും. ഈ ഗവൺമെൻറ് പോളിസീസ് അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എവിടെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, ആര് പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഈ ഡിസിഷൻസൊക്കെ എടുക്കുന്ന ആരായിരിക്കും? ഗവൺമെൻറ് പോളിസീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഈ ഡിസിഷൻസൊക്കെ എടുക്കുക. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു ക്വാളിറ്റി ഫിക്സ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്ര ക്വാളിറ്റിയിൽ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിലും കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്യും, അത് ഒഴിവാക്കും ആ പ്രോഡക്റ്റ്. അപ്പോൾ ഓരോ ഗവൺമെൻറ് പോളിസീസും എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റിനെ, ഓൺട്രപ്രനോറിയൽ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നൊരു എൻവയോൺമെൻ്റ് ആണ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഈ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്. കൾച്ചറൽ എൻവയോൺമെൻറ്റ് കൾച്ചറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിൻ്റെ ബേസിലുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഈ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് കൾച്ചറൽ സ്ട്രക്ചർ, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് എഡ്യൂക്കേഷൻ ലെവൽസ്, ട്രഡീഷൻസ്, കസ്റ്റംസ്. ഇതൊക്കെ ഈ ഒരു കൾച്ചറൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൾച്ചറൽ സ്ട്രക്ചർ, ലൈഫ് സ്റ്റൈൽസ്, ട്രഡീഷൻസ്, കസ്റ്റംസ്, എഡ്യൂക്കേഷൻ ലെവൽസ് എക്സെട്ര. ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കൾച്ചറൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ്. അപ്പോൾ നമ്മൾ ഓൺട്രപ്രനോറിയൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനെ നമുക്ക് 6 സെഗ്മെൻ്റ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉള്ളതാണ് പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആൻഡ് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്. ദെൻ എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത് റിസോഴ്സസ്, എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡി കാര്യങ്ങളൊക്കെ ഇതിൽ വരും, എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരും. ദെൻ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ അവിടുത്തെ കസ്റ്റംസ്, സോഷ്യൽ കൾച്ചർ, അവിടുത്തെ സോഷ്യൽ വാല്യൂസ്, കൺവെൻഷൻസ്, കൺസ്യൂമറിസം, ലേബർ ആറ്റിറ്റ്യൂഡൊക്കെ സോഷ്യൽ എൻവയോൺമെൻറ്റ് വരും. ദെൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്സിൽ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഇൻപുട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് വരെ യൂസ് ചെയ്യുന്ന ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഗൽ എൻവയോൺമെൻറ്റ്, ദെൻ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് വരുന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. നമ്മൾ ഒരു പ്രൊജക്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റ് ഐഡിയാസിനെ നമ്മളിപ്പോൾ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരുപാട് ഐഡിയാസ് നമ്മൾ മനസ്സിലുണ്ടായിരിക്കും. ആ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസിനെ ഒരു പ്രൊജക്റ്റ് ഐഡിയ ആയിട്ട് റിയാലിറ്റിയിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്.
The first and foremost problem of an entrepreneur is to find out a suitable business or project which can give him a reasonable profit. ഒരു ഓൺട്രപ്രനറിയൻ്റെ ഫസ്റ്റായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്താലാണ് അയാൾ ഉദ്ദേശിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുക. ഇത് ഇങ്ങനെ ഈ ഒരു പ്രോബ്ലമാണ് എന്ത് ചെയ്ത് ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഒരു പ്രൊജക്റ്റ് ഐഡിയ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അയാൾക്ക് അറിയില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് അയാൾ എന്ത് ചെയ്യണം, ഒരു പ്രോജക്റ്റ് ഐഡിയ, അയാൾക്ക് റീസണബിൾ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോജക്റ്റ് ഐഡിയ എന്ത് ചെയ്യണം, അയാൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹി ഹാസ് ടു ഫസ്റ്റ് സെർച്ച് ഫോർ എ ബിസിനസ് ഐഡിയ. അപ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അയാൾക്ക് ഏറ്റവും റീസണബിൾ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐഡിയ വേണം എന്ത് ചെയ്യേണ്ടത്, അയാൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, സെർച്ച് ഫോർ എ ബിസിനസ് ഐഡിയ. അയാളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഒരുപാട് ഐഡിയാസ്, ഏതൊക്കെ ഐഡിയാസ് അയാൾ സെർച്ച് ചെയ്യണം, അയാളുടെ ഐഡിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഐഡിയാസ് അയാൾ സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യം അയാൾ ഫസ്റ്റ് നോക്കുക. അയാൾ ബിസിനസ് ഐഡിയാസ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന് അറിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യുക, ബിസിനസ് ഐഡിയ സെർച്ച് ചെയ്യുക. ദെൻ എമർജൻസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഈസ് കോൾഡ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. ഈ പ്രൊജക്റ്റ് ഐഡിയാസ് ഡിഫറെൻറ്റ് സോഴ്സസ് നിന്നും എമർജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. ഒരുപാട് സോഴ്സസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഐഡിയ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റ് ഐഡിയാസിൻ്റെ സോഴ്സസ് ആണ്. അതിലിപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതിൻ്റെ ബേസ് ചെയ്തിട്ട്, മാഗസിൻസിൽ നിന്ന്, കാര്യങ്ങൾസിൽ നിന്ന്, അല്ലെങ്കിൽ ആരുടെയും സക്സസ് സ്റ്റോറീസിൽ നിന്ന്, അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അയാൾക്ക് ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നത്. ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ ഇസ് എ പാർട്ട് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്രൊജക്റ്റ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയൻ്റെ ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്. ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് സോഴ്സസ് ഉണ്ടായിരിക്കും. ആ സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കുക, ജനറേറ്റ് ചെയ്യുക. അതിലാണ് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഐഡിയ ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്, നമ്മൾ ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ആദ്യം പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതാണ് ഇതെന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. ഇങ്ങനെയാണ് എന്തെന്നത്, ഒരു പ്രൊജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഓൺട്രപ്രനോറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു, ഓൺട്രപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് എന്തെന്ന് പറഞ്ഞത്, എൻവയോൺമെൻറ്റ്, ഓൺട്രപ്രനോറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞത്. അതിലെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനെ നമുക്ക് 6ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. നമുക്ക് ഓരോന്നും പറഞ്ഞു. ആൻഡ് ദെൻ ലാസ്റ്റ് പറഞ്ഞത് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. പ്രൊജക്റ്റ് ഐഡിയാസ് എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്നാണ്. ആദ്യം അയാൾക്ക് റീസണബിൾ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഐഡിയ അയാൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ആ കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് സോഴ്സസ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നും പ്രൊജക്റ്റ് ഐഡിയ കണ്ടെത്തുന്ന പറയുന്നതാണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ. അങ്ങനെ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് ഏറ്റവും സ്യൂറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് ഇതെന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ്. ഓക്കെ, താങ്ക് യു.